പഞ്ഞാടി പ്രധാന അസംബ്ലിയുടെയും അകപ്പെ വെൽനസ് സെന്ററിന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു സെമിനാർ ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അകപ്പെ സെന്ററുമായിട്ട് ദീർഘവർഷങ്ങളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സജിയുടെ ശുശ്രൂഷ കൗൺസിലിംഗ് മേഖലയിൽ ആരംഭിച്ചത് തിരുവല്ലയിലായിരുന്നു എന്നുള്ളത് അധികം പേർക്ക് ഒരുപക്ഷെ അറിഞ്ഞുകൂടാൻ സാധ്യതയില്ലാത്തൊരു വസ്തുതയാണ്. എന്നാൽ ഇവിടെയാണ് തുടക്കം. ഇവിടെ നിന്നുമാണ് മറ്റു പല സ്ഥലങ്ങൾക്ക് വ്യാപിച്ചത് എന്ന സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അകപ്പെ സെന്ററിന്റെ സ്ഥാപക ഫൗണ്ടർ പ്രസിഡന്റ് എൻ്റെ പിതാവായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കും ഈ പ്രവർത്തനവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. സജി ഞാനും ബാല്യകാല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരേ സമയത്ത് കോളേജിൽ പഠിച്ചത്. ഒട്ടുമിക്ക കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏതൊക്കെ നിലയിൽ അനുഗ്രഹപ്രദമാകുമെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ ഈ ചടങ്ങിൽ ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയമായി നോട്ടീസ് നൽകിയിരിക്കുന്നത് ദൈവമക്കൾ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ. വളരെ വിസ്തൃതമായ, വളരെ വിപുലമായ, വളരെ വിശിഷ്ടമായ ഒരു വിഷയമാണ് നമ്മുടെ വിചിന്തനത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വിളിക്കുന്ന നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഒരു ഓപ്പൺ ഫോറം ചർച്ചയ്ക്ക് വേണ്ടി വിട്ടാൽ അനേക മണിക്കൂറുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കുവെക്കാൻ കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ പ്രിയ സജിക്കും ഈ വിഷയത്തിൽ വളരെയധികം പറയാനുണ്ടാവും. ഈ 3 വിഷയങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഒരു ദൈവപൈതൽ അല്ലെങ്കിൽ ദൈവമക്കൾ കുടുംബത്തിൽ, ദൈവമക്കൾ സഭയിൽ, ദൈവമക്കൾ സമൂഹത്തിൽ. ഇത് 3 കൂടെ പരാമർശിക്കാൻ പോയാൽ അനേക മണിക്കൂറുകൾ വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം, ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹം ആദ്യത്തെ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു അടുത്ത ബന്ധു മണിക്കൂറുകൾ എണ്ണി, അന്ത്യവിനാഴികൾ എണ്ണി ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ അവിടെ വിളിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പോകും എന്ന് നിങ്ങൾ മുൻകൂർ ഞാൻ അനുമതി നേടുകയാണ്. ദൈവമക്കൾ എന്നുള്ള പദം ഈ ശീർഷകത്തിലെ ആദ്യത്തെ പദം, അത് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോൾ പല വാക്യ ശകലങ്ങൾ നമ്മുടെ ചിന്തയിൽ കടന്നു വരും എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ശ്രദ്ധയിലേക്ക് ആദ്യം വന്ന ആ വാക്യം 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാം വാക്യമാണ്. ആർക്കെങ്കിലും അറിയാം കുട്ടികൾക്ക്? 1 യോഹന്നാൻ 3:1 കാണുകയും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ നാം ആകുന്നു. അല്ലേ? വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ദൈവമക്കൾ എന്ന് ആണ് നമ്മെ അവിടെ വിളിക്കുന്നത്. നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ അതിൽ വളരെ വിശദമായ, വിശാലമായ അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദാസന്മാർ എന്നല്ല, ഇവിടെ മക്കൾ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ സമം ദൈവമക്കൾ എന്നുള്ള ഒരു പ്രയോഗം. ആ പദപ്രയോഗം ആ വാക്യം നാം പഠിക്കുമ്പോൾ ഒരു വലിയ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ വലിയൊരു ഉത്തരവാദിത്വം അതിന്റെ പിന്നിലും. 2 കാര്യങ്ങൾ ഒരുമിച്ച് ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. നമ്മെ ദൈവമക്കളാക്കി തീർത്തിരിക്കുമ്പോൾ വലിയൊരു പദവി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവവുമായിട്ട്, സഭയുമായിട്ട് അല്ലെങ്കിൽ സമൂഹവുമായിട്ട് നമുക്കുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ് ഈ ദൈവമക്കൾ എന്നുള്ള പദപ്രയോഗം. മാത്രമല്ല, മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട്, ആദരിക്കപ്പെടുന്നുണ്ട്, അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും, വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായ പദവി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താ ഉത്തരവാദിത്വം? ഒരു ദൈവത്തിന്റെ പൈതൽ, നമ്മുടെ അപ്പനാരാ? നമ്മുടെ അപ്പൻ ദൈവമാണ്, അല്ലെ? ആ അപ്പന്റെ മകൻ, മകൾ എന്നുള്ള നിലയിലുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് വേണം ഞാൻ എൻ്റെ കുടുംബത്തിലും, എൻ്റെ സഭയിലും, എൻ്റെ സമൂഹത്തിലും ജീവിക്കേണ്ടത്. ഒരു വലിയ ഉത്തരവാദിത്വമാണ്. മക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. അപ്പോ നാമും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണം, നാം മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരെ അംഗീകരിക്കണം, ആദരിക്കണം. ആ കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം. കുടുംബം എന്നുള്ള കാര്യത്തെ കുറിച്ച് സജി വിശദമായിട്ട് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സഭ എന്ന്
എന്ന് പറയുന്നത് സഭയുടെ ഒരു കുടുംബമാണ് അല്ലേ? സഭയുടെ ഒരു കുടുംബമാണ്. അല്പം കൂടെ വിശദമായ ഒരു കുടുംബമാണ് സഭ. ഈ സഭയാകുന്ന കുടുംബത്തിലുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ആദരിക്കണം, പരസ്പരം അംഗീകരിക്കണം, പരസ്പരം ആർദ്രത കാണിക്കണം. നമുക്ക് ലഭ്യമായ താരതകൾ ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. ദൈവത്തിന്റെ മിഷൻ ഫുൾഫിൽ ചെയ്യണം. നേരത്തെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. മൂന്നാമത്തെ നമ്മുടെ ചിന്താ വിഷയം ദൈവമകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ നമ്മുടെ പങ്ക്. പ്രിയ സാം ആമുഖ ചിന്തകൾ പറഞ്ഞപ്പോൾ ആ കാര്യം വളരെ വിശദമായിട്ട് പറഞ്ഞു. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തില് നാം എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് സാമിയോട് ഓർമ്മിച്ചത്. ഒന്ന്, നിങ്ങൾ ഉപ്പായിരിക്കണം, യു ആർ ദ സോൾട്ട് ഓഫ് ദ എർത്ത്. രണ്ടാമത്തേത്, നിങ്ങൾ എന്താണ്, പ്രകാശമായിരിക്കണം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. രണ്ട് കാര്യങ്ങൾ. ഇത് എന്തിനാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉദ്ധരിച്ചത്? ഉപ്പിനെ കുറിച്ച് പ്രകാശത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അതിന്റെ കാരണമുണ്ട്. ഉപ്പ് എന്ന് പറയാൻ നമുക്കറിയാം, അത് ആന്തരികമായി സ്വാധീനം ചെലുത്തുന്ന ഒരു പദാർത്ഥമാണ്. പ്രകാശമോ അത് ബാഹ്യമായി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെ? നാം ഈ സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സൊസൈറ്റിയിൽ ആന്തരികമായിട്ട് സ്വാധീനം ചെലുത്തണം, ബാഹ്യമായിട്ടും സ്വാധീനം ചെലുത്തണം. ഉപ്പിനെ കുറിച്ച് നമുക്കറിയാം, ഒരു സൂപ്പൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. കഞ്ഞി കുടിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഉപ്പില്ലാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരല്പം ഉപ്പ് അതിൽ എറിയാൽ അതിന്റെ രുചി പല മടങ്ങായിട്ട് മാറുന്നതാണ്. അപ്പൊ ഉപ്പിന്റെ ദൗത്യം എന്ന് പറയുന്നത് ആഹാരത്തിന്റെ രുചി വർദ്ധിപ്പിക്കുക, അതിന് രുചി പകരുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം, നാം നമ്മുടെ സമൂഹത്തിൽ രുചി പകരണം. വേറെ നിലയിൽ പറഞ്ഞാൽ we should give entertainment to the society. നമ്മുടെ സമൂഹത്തിന് എന്റർടൈൻമെന്റ് ആയിട്ട് ഇന്ന് നമ്മൾ ആകെ തീരാത്തതുകൊണ്ടാണ് ഇന്ന് മറ്റു പലതും, ടെലിവിഷൻ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും സമൂഹത്തിന്റെ എന്റർടൈൻമെന്റ് ആയിട്ട് മാറുന്നത്. നാമാണ് എന്റർടൈൻമെന്റ് ആയി തീരേണ്ടത്. എന്റർടൈൻമെന്റ് ആ ഡെഫിനേഷൻ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്. വെറുതെ ചിരിക്കാനും തമാശ പറയാനുള്ള അവസരമല്ല എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ആസ്വദിക്കാൻ, ആസ്വാദ്യകരമായ അനുഭവത്തിലേക്ക് ആ ആളുകളെ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് നാം മാറണം. മാത്രമല്ല, ഉപ്പ് മറ്റ് മസാലക്കൂട്ടുകളുടെ രുചിയും വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ നാം നമ്മുടെ കൂടെ ഉള്ളവരെ സമൂഹത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമുക്ക് ഉപ്പ് എന്ന് പറയുന്ന വസ്തു വലിയ വിലയുള്ളതൊന്നുമല്ല, ആണോ? ചെറിയ പാക്കറ്റിലൊക്കെ വലിയ വില കൊടുക്കാതെ നമുക്ക് കിട്ടും. എന്നാൽ ഒരു കാലത്ത് ഉപ്പിന്റെ വില വളരെ അമൂല്യമായിരുന്നു. ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ പ്ലീനിന്റെ യങ്ങർ എഴുതിയ ഒരു ലേഖനം പഠനത്തില് അദ്ദേഹം പറയുന്നത് റോമൻ പടയാളികൾക്ക് ഒരു കാലത്ത് ശമ്പളമായി കൊടുത്തിരുന്നത് ഉപ്പാണ്. അപ്പൊ സോൾട്ട് എന്നുള്ള ആ പദത്തിൽ നിന്നാണ് സാലറി എന്നുള്ള പദം ഡിറൈവ് ചെയ്യുന്നത്. സലേറിയം, സോൾട്ട് മണി എന്നാണ്. അന്ന് റോമൻ പടയാളികൾ കൊടുത്തിരുന്ന ശമ്പളം ആണ് സോൾട്ട്, ഉപ്പ്. ഉപ്പ് ശമ്പളം കൊടുക്കുക. ആ സോൾട്ടിൽ നിന്നാണ് സാലറി എന്നുള്ള, ശമ്പളം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ബീയിങ് വർത്ത് വൺസ് സോൾട്ട്. ഒരുവൻ കൊടുക്കുന്ന ഉപ്പിന്റെ വില അവൻ കാണിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഉപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താ? നമ്മൾ സാറിന് പറയാനുള്ള, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും അല്ലെ? ഉപ്പ് ദാഹം വർദ്ധിപ്പിക്കുന്നവരാണ്, ഒരു വസ്തുവാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, ഔട്ട്സൈഡിൽ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് സോൾട്ട് ടാബ്ലറ്റ്സ് കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഗൾഫ് കൺട്രീസിലുള്ള പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദാഹം വർദ്ധിക്കണം. ദാഹം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? അവര് വെള്ളം കുടിക്കും. അപ്പോ അങ്ങനെ വെള്ളം കുടിച്ചില്ലെങ്കിൽ അവർ കുറെ കഴിയുമ്പോൾ ബോധം കിട്ടുന്ന താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ നാമുമായിട്ട് ബന്ധം പുലർത്തുന്നവർ അവർ വെള്ളം കുടിക്കണം. നമ്മൾ വെള്ളം കുടിപ്പിക്കാനുള്ള വേറെ കാര്യം, ആ വെള്ളത്തെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് വെള്ളമാണ്? ജീവജലം കുടിക്കണം. അവർ ജീവജലം കുടിക്കുന്നവരായി തീരണം. നാമുമായിട്ട് ബന്ധപ്പെടുന്നവർ ജീവന്റെ ജലം കുടിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ സമർപ്പിച്ചു, നമ്മൾ വെളിച്ചമായി തീരണം. സാക്ഷാൽ വെളിച്ചം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ വെളിച്ചത്തെ വിശ്വാസികളായ ദൈവമക്കളായ നമ്മൾ പ്രതിഫലിപ്പിക്കണം. അതാണ് നമ്മുടെ ദൗത്യം സമൂഹത്തിൽ. സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ നമുക്ക് കഴിയണം. നാമുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഒരു വ്യക്തികളും ഒരു കാരണവശാലും സമൂഹത്തിലുള്ള ഇരുട്ടിൽ തപ്പി തടയുന്നവരായി തീരാൻ പാടില്ല. അന്നമ്മ മാമൻ എന്ന് പറയുന്ന ഒരു കവയിത്രിയുണ്ട്, ഒരു പാട്ടെഴുത്തുകാരി. അവരെ നിങ്ങൾ മറക്കാൻ കഴിയാവില്ല, കാരണം ഇതിന്റെ ഒരു 3-4 വീട് അപ്പുറത്തായിട്ടാണ് അവർ പാർത്തിരുന്നത്. അവർ മറന്നുകയുന്നത്. അവരുടെ വീട് കോട്ടയത്താണ്. ഒരു ദിവസം അവർ നാമധേയ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ്. ഒരു മീറ്റിംഗിന് പോയ സമയത്ത് അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് ഭവനത്തിൽ വന്നപ്പോൾ പിതാവ് അടിച്ചിറക്കി.
യവനയജ്ഞയായ ഒരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ പോലും പിതാവ് പറഞ്ഞു, നീ ഇനി എന്റെ മകളല്ല, ഇവിടെ പൊക്കോ എന്ന് പറഞ്ഞ് അടിച്ചിറക്കി വിടുകയാണ്. അപ്പോ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവർ എഴുതിയ ഒരു പാട്ടാണ് നമ്മിൽ പലരും പാടുന്ന ലോകമാം ഗംഭീര വാനതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് എന്നുള്ള പാട്ട്. ആ പാട്ടിന്റെ ഒരു ചലനം അവർ കുറെ രാത്രിയാണ്, കുറെ അങ്ങോട്ട് പാടത്തിന്റെ വരമ്പത്തോടെ അവർ നടന്നു പോകുമ്പോൾ അങ്ങ് ദൂരെ കോട്ടയത്തുള്ള യെരുശലേം പ്രഥമ പള്ളിയുടെ മുകളിലുള്ള കുരിശ് കാണാം. ആ കുരിശ് നിയോൺ ബൾബിൽ വെളിച്ചത്തിൽ തിളങ്ങുകയാണ്. അവരന്നേരം എഴുതി വരികയാണെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനെ. നാം ക്രൂശായി തീരണം, അനേകർക്ക് മാർഗദർശകമായി ക്രൂശായി മാറണം. എന്താ ക്രൂശായി മാറുക അർത്ഥം? കർത്താവ് പറഞ്ഞു നിങ്ങൾ ക്രൂശ് എടുക്കണം അല്ലേ? ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുത്ത് പലരും മാലയുടെ അറ്റത്തും പള്ളിയുടെ മുകളിലും ഒക്കെ ക്രൂശ് സ്ഥാപിക്കാറുണ്ട്. അതല്ല ക്രൂശ് എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷിലെ ഒരു അക്ഷരമാണ്. ഏത് അക്ഷരമാണ്? ഐ അല്ലെ? ഈ ഐ ഞാൻ ഇങ്ങനെ കുറുകെ വെട്ടുമ്പോൾ എന്തായി തീരും? അത് ക്രോസ് ആയി മാറും. എന്ന് വെച്ചാൽ എന്റെ സെൽഫിനെ ഞാൻ ഡിനൈ ചെയ്യുമ്പോൾ അതാണ് ക്രൂശ്. എന്റെ സ്വയത്തെ, എന്റെ സ്വാർത്ഥതയെ ഞാൻ ഇല്ലായ്മ ചെയ്യുമ്പോൾ അത് കുരിശാകുന്നു. ആ കുരിശുമായിട്ട് ഞാൻ നടക്കുമ്പോഴാണ് അത് മറ്റനേകർക്ക് പ്രകാശമായി തീരേണ്ടത്. ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കാൻ കഴിയും. അനേക വ്യക്തികൾ, അങ്ങനെയല്ല എല്ലാ വ്യക്തികളും സമൂഹത്തിൽ സ്വാധീനമാകും. നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. ഹെലൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. 21ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി മരണമാണ്. അന്ന് അവൾ ആയിരുന്ന ക്യാമ്പസ് തേങ്ങി കരഞ്ഞു എന്നാണ് ഞാൻ വായിച്ചത്. കാരണം ആ പെൺകുട്ടിയെ പറയുന്നത് അവൾ എല്ലാ ദിവസവും രാവിലെ 2 മണിക്ക് 2:30ക്ക് എഴുന്നേൽക്കും. എന്നിട്ട് അവളുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകത്തിലാണ് 230ഓളം സുവിശേഷ പ്രവർത്തകരുടെ പട്ടികയുണ്ട്. ആ പ്രവർത്തകർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും, ക്യാമ്പസിന് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രകാശമായി ഉപ്പായി മാറും. ഹെലൻ വരുന്നു, നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എനിക്ക് പറയാൻ പാടില്ല എന്ന് ആൾക്കാർ പറയും. നമ്മൾ വന്നാലോ നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും ആളുകൾ പറയുക? അതാണ് ഉപ്പാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മളൊക്കെ മരണ വീടുകളിൽ പോകുമ്പോൾ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കുറിച്ച് പലരും പല കാര്യങ്ങൾ പറയാറുണ്ട്. നല്ലവങ്കും ആത്മാർത്ഥതയോടെ പറയുന്നതാണോ എന്ന് നമുക്ക് സംശയമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാനോ നിങ്ങളോ മരിച്ചു കിടക്കുമ്പോൾ നമ്മളിവിടെ കിടക്കണമെന്ന് കരുതുക, നമ്മുടെ അടുത്ത് നിന്ന് അനുസ്മരണ പറയുന്നവര് ജെന്യുവനായിട്ട് എന്ത് പറയും? എന്ത് പറയുന്നത് ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. പലതും നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ തട്ടി ജെന്യുവനായിട്ട് അവരെന്തായിരിക്കും പറയുക? പോസിറ്റീവായിട്ട് നമ്മളെ കുറിച്ച് പറയാൻ കഴിയുമോ? ഞാനൊരു ഹോംവർക്ക് നൽകി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സഞ്ജയ് അടുത്ത ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ ചെന്ന് ഒരു എപ്പിറ്റ എഴുതണം. എപ്പിറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ടോം സ്റ്റോണിൽ, നമ്മുടെ നാട്ടിലൊന്നും പൊതുവെ കാണാറില്ല. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ അബി ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നൂറുകണക്കിന് മഹാരഥന്മാരുടെ ശവകുടീരം ആ ദേവാലയത്തിനുള്ളിൽ തന്നെയുണ്ട്. ആ ടോം സ്റ്റോണിലൊക്കെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ജീവിത സാര സംഗ്രഹമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു സംഗ്രഹമായിട്ട് ഒരു വാചകത്തിൽ എഴുതാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും എഴുതാൻ കഴിയുക? ഐസക് ന്യൂട്ടന്റെ ടോം സ്റ്റോണിൽ എഴുതിയിരിക്കുന്ന എപ്പിറ്റ എന്ന് തന്നെ പറയുന്നത്, ഗോഡ് സെഡ് ലെറ്റ് ന്യൂട്ടൺ ബി ആൻഡ് ഓൾ വാസ് ലൈറ്റ്. ന്യൂട്ടൻ ഉണ്ടാകട്ടെ, ദൈവം പറഞ്ഞു, പിന്നെ പ്രകാശമയമായി. അങ്ങനെ നമ്മളെ കുറിച്ച് പറയാൻ കഴിയുമോ? ഹിയർ ലൈസ് എബനേസർ സ്ക്രൂജ്. എബനേസർ സ്ക്രൂജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ക്രിസ്മസ് കാരലിലെ. എങ്കിലും അദ്ദേഹത്തിന്റെ എപ്പിറ്റ എഴുതിയിരിക്കുന്നത്, ഹിയർ ലൈസ് എബനേസർ സ്ക്രൂജ്, മേ ഹി റെസ്റ്റ് ഇൻ പീസ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ഓഫ് us ഇൻ പീസ് ആസ് വെൽ. അദ്ദേഹം സമാധാനത്തോട് ഉറങ്ങട്ടെ, ബാക്കി നമ്മളെയും സമാധാനത്തോട് ഉറങ്ങാൻ അനുവദിക്കട്ടെ എന്നാണ് ആ എപ്പിറ്റ. വേറെ എപ്പിറ്റ എങ്ങനെയാണ്? ഐ ആം റെഡി ടു മീറ്റ് മൈ മേക്കർ, whether my maker is prepared for the great meeting is another matter. ഞാൻ എന്റെ സൃഷ്ടാവിനെ അഭിമുഖീകരിക്കാൻ നേരിടാൻ ഒരുക്കമുള്ളവനാണ്. ആ സൃഷ്ടാവ് എന്നെ നേരിടാൻ തയ്യാറാകുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ഒരു എപ്പിറ്റ തന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ സമയം കിട്ടുമ്പോൾ ഞാൻ മരിച്ച് എന്നെ അടക്കി എന്റെ കല്ലറയുടെ മുൻപിൽ ടൂം സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ ആ ടൂം സ്റ്റോണിൽ എന്തായിരിക്കും എഴുതുക? ഒരു വാചകം എന്നെ കുറിച്ച് എഴുതിയാൽ എന്തായിരിക്കണം? ഈ വ്യക്തി സമൂഹത്തിൽ, സഭയിൽ, കുടുംബത്തിൽ സ്വാധീനമായി തീർന്നു എഴുതാൻ കഴിയുമോ? ഇന്നത്തെ നമ്മുടെ ചിന്ത അങ്ങനെ ആകട്ടെ. അത് ദൈവമേ സഹായിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവമേ സഹായിക്കട്ടെ.